സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിന അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിനെക്കുറിച്ച് 4 വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1, പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭയാണ് എന്ന സത്യം. അവൾ നിത്യകന്യകയാണ്. 3, അവൾ ദൈവമാതാവാണ്. 4, പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരൂപിതയാണ് എന്ന 4 വിശ്വാസ സത്യങ്ങൾ സഭ വളരെ ശക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1950 നവംബർ മാസം 1-ാം തീയതി പരിശുദ്ധ പാപ്പ 12-ാം പിയൂസ് പാപ്പയാണ് പരിശുദ്ധ അമ്മയെ സ്വർഗാരൂപിതയായിട്ട് പ്രഖ്യാപിച്ചത്. 1950 എന്ന് പറയുമ്പോൾ 1950 പരിശുദ്ധ അമ്മ സ്വർഗാരൂപിതയായി എന്നല്ല അതിനർത്ഥം. മറിച്ച് അതിനു മുമ്പേ തന്നെ പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിദ്ര എന്നൊരു തിരുനാൾ എല്ലാവരും ആഘോഷിച്ചിരുന്നു. അതിനെ പിൻചെന്ന് 1950 നവംബർ മാസം 1-ാം തീയതി പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരൂപിതയായി എന്ന വിശ്വാസ സത്യം പരിശുദ്ധ പാപ്പ വളരെ ശക്തമായിട്ട് പ്രഖ്യാപനം നടത്തിയതാണ് 1950. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷകനായ ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജന്മം നൽകിയ പരിശുദ്ധ കന്യകാംബ, അതോടൊപ്പം തന്നെ രക്ഷകൻ്റെ മരണശേഷം തിരുസഭ രൂപീകൃതമാകുമ്പോൾ സിഹിയോൻ ഊട്ടുശാലയിൽ അപ്പോസ്തലന്മാരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് തിരുസഭയുടെ ആരംഭം കുറിച്ചതും തീർച്ചയായിട്ടും പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ രക്ഷകനെ ഈ ലോകത്തിന് സമർപ്പിക്കപ്പെട്ട അമ്മ, തിരുസഭയുടെ ശക്തയായ നിയന്താവും ശക്തയായ പ്രവാചകയുമായ പരിശുദ്ധ അമ്മയെ തിരുക്കുമാരൻ യേശുനാഥൻ അവളെ സ്വർഗത്തിലേക്ക് തൻ്റെ ഉടലോടുകൂടെ അവളെ സ്വർഗാരൂപിതയാക്കി എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിച്ച് മതിയാകും. അതൊരു നിത്യ സത്യം കൂടെയാണ്. കാരണം മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മണ്ണിൽ അഴുകിത്തീരുകയും എന്നാൽ അവൻ്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുന്നു. അവൻ ചെയ്ത പ്രവൃത്തികളെ പ്രതിയാണ്. അവൻ നല്ലത് പ്രവർത്തിച്ചുവെങ്കിൽ സ്വർഗത്തിലും, തിന്മ പ്രവർത്തിച്ചുവെങ്കിൽ അവൻ നിത്യമായിട്ടും നിത്യനരകാഗ്നിക്കും അർഹനായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ പ്രതി അവൻ സ്വർഗത്തിലേക്ക് പോവുകയും അവൻ ചെയ്ത തിന്മ പ്രവൃത്തിയെ പ്രതി അവൻ നിത്യ നരകാഗ്നിക്ക് അർഹനാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ 2-ാം വരവോടുകൂടെ ഈ ആത്മാവ്, നിത്യയിലേക്ക് പ്രവേശിക്കപ്പെട്ട ഈ ആത്മാവ് ക്രിസ്തുവിൻ്റെ 2-ാം വരവോടുകൂടെ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ശരീരത്തോട് ഒന്നായിത്തീരുകയും അപ്രകാരം ഒരു പുതു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയും ചെയ്യുന്നു, രൂപാന്തരീകരണം പ്രാപിക്കുന്നു എന്നാണ് മതബോധന ഗ്രന്ഥം നമ്മെ, തിരുസഭ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ അതിലൂടെ നാം ആത്മശരീരങ്ങളോടെ ക്രിസ്തുവിനോടൊപ്പം നാം പ്രവേശിക്കുന്നു, മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് പറയപ്പെടുക. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം അതിന് മുന്നോടിയായി തന്നെ, ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് മുന്നോടിയായി തന്നെ ഈ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന സത്യം 1950 നവംബർ മാസം 1-ാം തീയതി 12-ാം പിയൂസ് പാപ്പ പ്രഖ്യാപിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് വിശുദ്ധനായിട്ടുള്ള വിശുദ്ധ ജോൺ ഡമിഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ കന്യകാമറിയം സാധാരണ മരണം പോലെ തന്നെ ശാന്തമായിട്ട് മരിച്ചു എന്നും അതുകൊണ്ട് തന്നെ ആ മരണസമയത്ത് അപ്പോസ്തലന്മാരോടൊപ്പം പരിശുദ്ധ അമ്മ അവിടെ മരിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ തോമാശ്ലീഹ മാത്രമേ അവിടെ ഉണ്ടാകാതിരുന്നുള്ളൂ. മറ്റ് ശിഷ്യന്മാർ ഉണ്ടാകുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ സാധാരണയായിട്ട് ശാന്തമായിട്ട് പരിശുദ്ധ അമ്മ മരിക്കുന്നു. തുടർന്ന് ഈ അപ്പോസ്തലന്മാർ പരിശുദ്ധ അമ്മയെ അടക്കം ചെയ്യുകയാണ്. എന്നാൽ ഈ തോമാശ്ലീഹ 3 ദിവസം കഴിഞ്ഞ ശേഷമാണ് അവിടേക്ക് എത്തിച്ചേരുന്ന തോമാശ്ലീഹയ്ക്ക് ഇപ്രകാരം അദ്ദേഹം പറയുകയാണ്: പരിശുദ്ധ അമ്മയോടുള്ള ആഴമേറിയ സ്നേഹവും ആഴമേറിയ വിശ്വാസവും ഉണ്ടായിരുന്ന തോമാശ്ലീഹ അദ്ദേഹം പിടിവാശി കാട്ടുകയാണ്, എനിക്ക് പരിശുദ്ധ അമ്മയെ കാണണം. അങ്ങനെ കല്ലറ തുറക്കുന്ന സമയത്ത്
ആ കല്ലറയിൽ പരിശുദ്ധ അമ്മയുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം പറയുക, പരിശുദ്ധ അമ്മ ഉടലോടുകൂടെ തന്നെ സ്വർഗത്തിലേക്ക് ആരോപിതയായി. കാരണം തിരുക്കുമാരൻ പരിശുദ്ധ അമ്മയുടെ ശരീരം ഈ ലോകത്ത് അഴിഞ്ഞു പോകാനായിട്ട് ഇടയാക്കിയില്ല, സ്വർഗത്തിലേക്ക് അമ്മയെ വീണ്ടെടുത്തു എന്നാണ് ഇത് അർത്ഥമാക്കുക. കൂടാതെ തുടർന്നുള്ള തിരുസഭയിലൂടെ നമ്മൾ കാണുക, ഏകദേശം 6-ാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ സഭകൾ തന്നെ പരിശുദ്ധ അമ്മയുടെ നിദ്ര തിരുനാൾ അവർ ആഘോഷിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഉറക്ക തിരുനാൾ എന്ന് പറഞ്ഞൊരു തിരുനാൾ അവർ ആഘോഷിച്ചിരുന്നു. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ ഈ പാശ്ചാത്യ സഭകളും അപ്രകാരം തന്നെ ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി. തുടർന്നാണ് പരിശുദ്ധ പിതാവ് ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരിക്കലും ഒരു അക്ഷയ പേടകമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും നശിച്ചു പോകാത്ത ഒന്നാണ് വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ, ഈ മന്നയും മോശ നൽകിയ ദൈവത്തിൻ്റെ കൽപ്പനകളും അതോടൊപ്പം തന്നെ തളർത്ത അഹ്റോൻ്റെ വടിയുമൊക്കെ ഉണ്ടായിരുന്ന ഈ വാഗ്ദാന പേടകം, അത് ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ്. എന്നാൽ വാഗ്ദാന പേടകമായ പരിശുദ്ധ കന്യകാമറിയം അക്ഷയ പേടകമാണ്. ഒരിക്കലും നശിച്ചു പോകാത്ത, ഒരിക്കലും ഇല്ലാതായി പോകാത്ത ഒന്നാണ് വാഗ്ദാന പേടകം അല്ലെങ്കിൽ അക്ഷയ പേടകം എന്ന് പറയുന്നത്. ഈ അക്ഷയ പേടകത്തിലാണ് മന്നയെ പ്രദാനം ചെയ്യുന്ന ക്രിസ്തു, അതുപോലെ തന്നെ അഹ്റോൻ്റെ തളർത്ത വടി, ദൈവത്തിൻ്റെ നിയമം, 10 കൽപ്പനകൾ, ഇതെല്ലാം സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്രിസ്തുവിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്, പ്രതീകമാണ്. അതുകൊണ്ട് വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയെ ഒരിക്കലും ഈ ലോകത്ത് നിന്ന് അഴിഞ്ഞു പോകാനായിട്ട് ഇടയാക്കാതെ പുത്രൻ തമ്പുരാൻ ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ സ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ട് പരിശുദ്ധ അമ്മയെ മാറ്റുകയും മുടിധരിപ്പിക്കുകയും ചെയ്തു എന്ന വിശ്വാസം നമുക്ക് ഉണ്ടാകണം. കാരണം രക്ഷകൻ തൻ്റെ അമ്മയുടെ ശരീരം ഒരിക്കലും അഴിഞ്ഞു പോകാനായിട്ട് ഇടയാക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസം 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരിക്കലും നശിച്ചു പോകാതെ ഇന്നും നിത്യമായിട്ട് നിത്യകന്യകയായി, മാലാഖമാരുടെ രാജ്ഞിയായി, സ്വർഗത്തിൻ്റെ രാജ്ഞിയായി, ഭൂലോക രാജ്ഞിയായി മാറുന്ന പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം യാചിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കേവർക്കും ദൈവം സമൃദ്ധമായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്കേവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.